നരകയാതന അനുഭവിച്ചും ജീവിച്ചിരിക്കുന്ന മീനാക്ഷി ആവരുത് നമ്മുടെ ലക്ഷ്യം. മീനാക്ഷിയുടെ ഉന്മൂല നാശം. അതാവണം ഇനിയുള്ള ലക്ഷ്യം. അതിന് തന്ത്രങ്ങൾ മെനഞ്ഞ് ഞാൻ മുന്നിൽ നിൽക്കും. നിങ്ങൾ പിന്തുണയുമായി ഒപ്പം നിന്നാ മതി. ഞങ്ങളുടെ സഹകരണം എപ്പോഴും ഉണ്ടാവും. മീനാക്ഷി അമ്പലത്തിൽ നിന്ന് എപ്പോ എത്തി? കുറച്ചു നേരമായി. ഒറ്റയ്ക്കുള്ളോ? പരിമള അമ്മായി വന്നില്ലേ? ആ, ഒറ്റയ്ക്കാ. ഒരുപാട് ദിവസം ആയില്ലേ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ട് ഇറങ്ങിയത്. നല്ല ദാഹമുണ്ട്. കുടിക്കാനൊരൽപ്പം പാലുണ്ടാവോ? ഉവ്വ്, ഞാനിപ്പോ കൊണ്ടുവരാം. നീ ഇതില് മധുരം ചേർത്തിട്ടില്ലേ? ചേർത്തിരുന്നോ? പാകത്തിന് ചേർത്തിരുന്നോ? ശരിയായില്ലെങ്കിൽ മധുരം കൂടുതൽ ചേർത്തോണ്ട് വരാം. വേണ്ട, മധുരം ചേർക്കാതെ ഞങ്ങളെയൊക്കെ കയ്പുനീര് കുടിപ്പിക്കാന്നുള്ളതാണല്ലോ നിന്റെ ലക്ഷ്യം. എന്താ പാല് വലിച്ചെറിഞ്ഞത്? ഇവളതിൽ വിഷം ചേർത്തിരുന്നോ? എങ്ങനെ അറിയാം? വേലക്കാരികളെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലമല്ലേ. പണിക്ക് നിൽക്കുന്ന തറവാട്ടിലെ പുരുഷൻ കെട്ടിയ താലി കഴുത്തിലുള്ളവളാണ് വേലക്കാരിയെങ്കിൽ അവളാണ് ഭൂമിയിലെ ഏറ്റവും വലിയ അപകടകാരി. നിക്ക്. ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് അറിയാമോ? മീനാക്ഷി എന്ന ഒഴിയ ബാധയെ ഈ തറവാട്ടിൽ നിന്ന് ഒഴിപ്പിക്കാൻ. നിന്നെപ്പോലൊരു മാരണ മൂദേവിയായ ഒരു ബാധയെ ഒഴിപ്പിക്കണമെങ്കിൽ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ കൊണ്ട് നടക്കില്ല. അതിനീചമായ കർമ്മങ്ങൾ തന്നെ വേണം. അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും നിനക്ക്. എന്താ, എന്നെ കൊണ്ട് കർമ്മം തുടങ്ങിക്കുന്നോ അതോ സ്വയം ഒഴിഞ്ഞു പോകുന്നോ? ചില ദുഷ്ടമൂർത്തികൾ കർമ്മിയുടെ ചോദ്യത്തിനു മുന്നിൽ മൗനമായി നിൽക്കുകയുള്ളൂ. നാവ് ചലിക്കണമെങ്കിൽ ശക്തമായ ചൂരൽ പ്രയോഗം തന്നെ വേണം. വേണ്ട, ചൂരൽ പ്രയോഗമൊന്നും വേണ്ട. ഈ ദുഷ്ടമൂർത്തിയുടെ നാവ് വേണ്ടപ്പോൾ ശബ്ദിച്ചിരിക്കും. സ്വയം ഒഴിഞ്ഞു പോകാനേ സാധ്യല്ല. ഒഴിപ്പിച്ചിരിക്കും നിന്നെ. ഇന്നേക്ക് 30-ാം പക്കം ഈ കെട്ടുതാലി ഉപേക്ഷിച്ച് പടി ഇറക്കിയിരിക്കും നിന്നെ. മണിമേഖലയെ തളയ്ക്കാൻ ധൈര്യമുണ്ടോ നിനക്ക്? വെല്ലുവിളിക്കുക ഞാൻ. എന്റെ ജീവിതത്തിൽ വെല്ലുവിളികളില്ല, ചൊല്ലുവിളികളേ ഉള്ളൂ. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണമെന്നും
സർവവും ഭഗവാനിൽ അർപ്പിച്ച് ജീവിക്കണമെന്നൊക്കെയുള്ള ചൊല്ലുവിളികൾ. എന്റെ പിതാവും ഗുരുവും ഒക്കെയായ ശങ്കർദാസ് എന്ന വ്യക്തിയാണ് ആ ചൊല്ലുവിളികൾ എനിക്ക് പകർന്നു തന്നത്. അതിനെ മുറുകെ പിടിക്കോളം കാലം ആർക്കും എന്നെ പടിയിറക്കാൻ കഴിയില്ല. കേട്ടില്ലേ അവളുടെ ധാഷ്ട്യം നിറഞ്ഞ വാക്കുകൾ? വിടരുതവളെ. കർമ്മങ്ങൾ തുടങ്ങിക്കോ. ഇനി പരികർമ്മിയായി ഞാനൊപ്പം ഉണ്ടാവും. ജീവനോടെ പടിയിറക്കിയാൽ പോരാ, കൊല്ലണം. കൊല്ലുക തന്നെ വേണം. മണിമേഖല അവളെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൂത്രം അവൾ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. മണിമേഖല ചേച്ചി മീനാക്ഷിയെ വെല്ലുവിളിച്ചത് ശരിയാ. അപ്പോ അവള് പറയാ അവൾ ആരുമായിട്ടും വെല്ലുവിളിക്ക് തയ്യാറല്ലെന്ന്. ശങ്കരദാസിന്റെ ചൊല്ലുവിളി കേട്ടാണ് അവൾ വളർന്നതെന്ന്. അതിനർത്ഥം നിങ്ങളാരും ചൊല്ലുവിളി കേട്ട് വളർന്നവരല്ല എന്നല്ലേ? എന്നിട്ട് അവൾക്കിട്ട് കൊടുത്തോ അതിനുള്ള മറുപടി? മണിമേഖല ചേച്ചിയല്ലേ ആള്? മീനാക്ഷിയുടെ വാക്കുകൾ മണിമേഖലയിൽ കടുത്ത വൈരാഗ്യത്തിന്റെ വിത്തുകൾ പാകി കഴിഞ്ഞമ്മേ. ചെറിയ കരുക്കളൊന്നുമല്ല മീനാക്ഷിക്കെതിരെ ചേച്ചി നീക്കാൻ പോകുന്നത്. താലിമാല ഊരി പച്ചൈമാലിന്റെ കാൽക്കൽ വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മീനാക്ഷിക്ക് ഇവിടെ നിറങ്ങേണ്ടി വരും. എന്താ അമ്മേ? കരുനീക്കങ്ങളും തന്ത്രങ്ങളുമായി കാര്യങ്ങൾ നീണ്ടുപോകുകയാണല്ലോ മകളെ. പച്ചൈമാൽ വിവാഹിതനായി എന്തെങ്കിലും സമാധാനിക്കാം. നീ ഇപ്പോഴും വെറും കഴുത്തോടെ നിൽക്കുവല്ലേ? അഴകേശം മനസ്സു മാറി മറ്റൊരു പെണ്ണിനോടൊപ്പം പോയാൽ... നിർത്തണോ അമ്മേ? നടക്കാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ. ചിന്തിച്ചു പോകും മകളെ. ഒരേ ഒരു പെൺകുട്ടിയുള്ളത് കെട്ടുദോഷം തീരാതെ തറവാട്ടി നിൽക്കുന്ന ദുഃഖം, അത് ഒരു പെറ്റ തള്ളയ്ക്ക് സഹിക്കാനാവില്ല മകളെ. എന്റെ കഴുത്തിലും മണിമേഖല ചേച്ചിയുടെ കഴുത്തിലും താലി വീഴണമെങ്കിൽ മീനാക്ഷിയുടെ കഴുത്തിലെ താലി തെറിച്ചിരിക്കണം. അതിന് ഞങ്ങളുടെ ഭഗീരഥ പ്രയത്നം. അതിനിടയില അമ്മയുടെ ഒരു ആശങ്കയും സങ്കടവും. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോണം. ഇത് സംഭാരം. കുടിക്കാൻ കുറച്ച് ദാഹജലം കിട്ടണമെന്ന് മനസ്സ് വിചാരിച്ചതേ ഉള്ളൂ. ദാ സംഭാരം എത്തിയിരിക്കുന്നു. അതിശയം തന്നെ. അതാണ് മനപ്പൊരുത്തം. ഇഷ്ടപ്പെട്ട പുരുഷൻ മനസ്സിൽ കാണുമ്പോ ഇഷ്ടപ്പെട്ട പെണ്ണ് മാനത്ത് കാണും. ജ്യേഷ്ഠൻ ഒട്ടും അനുയോജ്യമല്ലാത്ത ആ മീനാക്ഷിയുടെ മനസ്സിൽ ഒരിക്കലും അത് തോന്നില്ല. ഇനി അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നാര് പറഞ്ഞു? നമ്മൾ ഒന്നിച്ചുള്ള വഴി ഇപ്പോഴും തുറന്നെടുക്കല്ലേ? മീനാക്ഷിക്ക് ജ്യേഷ്ഠനിൽ അവകാശം പറയാൻ കുഞ്ഞുങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവളെ ഉപേക്ഷിക്കാൻ തക്കവണ്ണമുള്ള ഒത്തിരി ശക്തമായ കാരണങ്ങൾ അവളുടെ ഭാഗത്തുനിന്ന് തന്നെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ സ്ഥിതിക്ക് നമ്മൾ എത്രയോ കാലമായി സ്വപ്നം കണ്ടിരുന്ന നമ്മുടെ സ്വന്തം വഴിയിലേക്ക് കടന്നുകൂടെ നമുക്ക്? മണിമേഖല ഇപ്പോഴും എന്നോടൊത്തുള്ള ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ? അതുകൊണ്ടാണല്ലോ ഞാൻ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു? അതെ. പച്ചൈമാൽ എന്ന ഈ പുരുഷനെ മാത്രമേ വിവാഹം ചെയ്യൂ, അത് നടത്തി തരണേ എന്ന ധ്യാനം. നമ്മുടെ പൂർവ്വകാലത്തുള്ള ഇഷ്ട സംഭവങ്ങൾ ഓർത്തെടുത്ത് നമുക്ക് കുറച്ചുനേരം ഒന്നിച്ചിരിക്കാം. പക്ഷേ നവോന്മേഷത്തിന് വേണ്ടത് സംഭാരമല്ല,
മനസ്സിനും ശരീരത്തിനും ധൈര്യവും ഉന്മേഷവും നൽകുന്ന ലഹരി പാനീയമാണ്. അതിനെന്താ, ആകാലോ. ആ പാനീയം തന്നെ ഞാൻ കൊണ്ടുവരാം. ആദ്യമായിട്ട് ഞാൻ എന്റെ അഭിനന്ദനം അറിയിക്കട്ടെ. അതെന്തിന്? ഇന്ന് പച്ചൈമാൽ ജ്യേഷ്ഠനും ഒത്തുള്ള ചേച്ചിയുടെ കൂടിക്കാഴ്ച തികച്ചും അനുയോജ്യമായിരുന്നു. മീനാക്ഷിയുടെ ചങ്ക് തുളയ്ക്കുന്ന രംഗമല്ലേ സൃഷ്ടിച്ചത്. ഞാൻ പച്ചൈമാൽ ജ്യേഷ്ഠനെ തന്നെ ധ്യാനിച്ചിരിക്കുകയാണെന്ന് ചേച്ചിയുടെ വാക്കുകൾക്ക് ജ്യേഷ്ഠന്റെ മറുപടി ഇത്രയ്ക്ക് അനുകൂലമാകുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചതേയില്ല. എന്റെ കളിക്കൂട്ടുകാരനായിരുന്ന മുറച്ചെറുക്കൻ എന്റെ ഹൃദയത്തോട് അടുത്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതൊക്കെ മീനാക്ഷി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോ അവളുടെ ഇടനെഞ്ച് പൊട്ടിയിട്ടുണ്ടാവണം. ഈ തറവാട്ടിൽ നിന്ന് മീനാക്ഷിയെ കുടിയിറക്കി പച്ചേമാൽ ചേട്ടന്റെ മനസ്സിൽ മണിമേഖലയ്ക്ക് വേണ്ടി ഒരു കുടിവയ്പ് കേന്ദ്രം ഒരുങ്ങുന്ന കാലം അടുത്തുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം അഴകേശൻ ജ്യേഷ്ഠനും ശിവകാമിയും ഒന്നിക്കുന്ന ധന്യമുഹൂർത്തവും. നടനരാജ, പിനാകപാണേ, പാർവതീ വല്ലഭ, അടിയനെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? അടിയന്റെ കൃത്യനിഷ്ഠ തെറ്റിക്കാനാണ് ഭാവമെങ്കിൽ, അതിനാണ് ഈ പരീക്ഷണമെങ്കിൽ, ഇല്ല ദേവ, അടിയൻ കൃത്യനിഷ്ഠ തെറ്റിക്കില്ല. അടിയനും ഭാര്യയും മകളും ഉപവാസം അനുഷ്ഠിക്കും. അടിയന്റെ പ്രതീക്ഷ സഫലമാവും വരെ സത്യം. എന്താ നായനാർ ശ്രേഷ്ഠരെ, പുണ്യവാന്മാരിൽ വെച്ച് പുണ്യവനായ അങ്ങേക്ക് ഈ കണ്ണീരും പരിദേവനുമൊക്കെ? അങ്ങനെയുള്ളവർക്കല്ലേ ഭഗവാൻ കടുത്ത പരീക്ഷണം വിധിക്കുള്ളൂ. എന്താണ് നായനാരെ അങ്ങയുടെ പ്രശ്നം? തിരുമേനി, നിത്യവും അനവധി ശിവപാദർക്ക് അന്നപാനാദികളും കൗമീനദാനവും നടത്തിയേ ഞാനും എന്റെ പത്നിയും എന്റെ മകളും ജലപാനം പോലും കഴിക്കാറുള്ളൂ. എന്നും 10 ശിവപാദരെങ്കിലും എത്തുന്നതാണ്. ഇന്ന് ഒരാൾ പോലും എത്തിയിട്ടില്ല. ഭഗവാനോട് സങ്കടം പറയാനാ ഞാൻ ക്ഷേത്രത്തിൽ വന്നത്. അതിനങ്ങ് വിഷമിക്കണ്ട. ഇതിനകം ഏതെങ്കിലും ഒരു ശിവപാദർ അങ്ങയുടെ മഠത്തിലെത്തി കാത്തിരിക്കുന്നുണ്ടാവും. അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശിവപാദരെ അങ്ങ് മാർഗമധ്യയെ കണ്ടുമുട്ടിയിരിക്കും. സമാധാനമായി പൊയ്ക്കൊള്ളുക. ശിവൻ പ്രത്യക്ഷത്തിലുള്ള തിരുമേനിയുടെയും മീനാക്ഷിയുടെയും വാക്കുകൾ എന്നിൽ ആത്മവിശ്വാസം ഉണർത്തുന്നു. ആ വാക്കുകളെ മഹാദേവന്റെ വാക്കുകളായി കരുതി ഞാൻ പോകുന്നു. മഹാദേവ, ഭഗവാൻ. എത്ര കാലമായി ശിവപാദന്മാരെ തറവാട്ടിൽ ക്ഷണിച്ചു വരുത്തി അന്നപാനാദികളും കൗപീനങ്ങളും നൽകി
ആദരിക്കാൻ തുടങ്ങിയിട്ട്? ദേവി, ആരെക്കുറിച്ചാണ് പറയുന്നത്? അങ്ങയുടെ പരമഭക്തനായ അമരനീതി നായനാരെ കുറിച്ച് തന്നെ. അദ്ദേഹം വലിയൊരു വ്യവസായി കൂടിയാണല്ലോ. സ്വർണം, രത്നം, പട്ടുവസ്ത്രങ്ങൾ, പരുത്തി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വ്യാപാരത്തിൽ നിന്നും കണക്കറ്റ ധനം അദ്ദേഹം സമ്പാദിക്കുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മുടെ അനുഗ്രഹം കൊണ്ടല്ലേ ദേവി? എന്നാലും ഈ അമരനീതി നായനാരെ ഒന്ന് പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഭക്തരെ പരീക്ഷിക്കുക എന്നത് അങ്ങയുടെ ഒരു വിനോദമാണല്ലോ. അതെ, നായനാരുടെ കൗപീന ദാനത്തെ ഒന്ന് പരീക്ഷിക്കുക തന്നെ. ഒന്ന് നിൽക്കണേ. ആരാ? ഞാനൊരു ശിവപാദരാണ്. മഹാഭക്തനായ ഒരു അമരനീതി നായനാരെ കുറിച്ച് ധാരാളം കേട്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഒന്ന് കാണാനും പരിചയപ്പെടാനുമാ ഞാൻ പോകുന്നത്. നന്നായി. ഞാനാണ് അമരനീതി നായനാർ. ആഹാ, ഒരു ശിവപാദരെ കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു വരികയായിരുന്നു ഞാൻ. എന്തിനാണ് ശിവപാദരെ കാണുന്നത്? ഞാൻ വലിയൊരു വ്യാപാരിയാ. നിത്യവും ഒരു ശിവപാദർക്കെങ്കിലും അന്നപാനാദികളും കൗപീനവും ദാനം നൽകിയ ശേഷമേ ഞാൻ വ്യാപാരത്തിന് പോവാറുള്ളൂ. ഇന്ന് ഇതുവരെയും ഒരു ശിവപാദരെയും അതിഥിയായി കിട്ടിയില്ല. വിഷമിച്ച് നടക്കുകയായിരുന്നു ഞാൻ. അതിനെന്താ, ഞാൻ അങ്ങയുടെ അതിഥിയായി വന്നുകൊള്ളാം. വളരെ ഉപകാരം. തൃക്കടയൂരപ്പന്റെ മുമ്പിൽ എന്റെ സങ്കടം പറഞ്ഞ് പ്രാർത്ഥിച്ചതേയുള്ളൂ. സങ്കട നിവൃത്തി വരുത്തിയല്ലോ ഭഗവാൻ. ശംഭൂ മഹാദേവ. വരൂ, ഭവനത്തിലേക്ക് പോവാം. സുബലക്ഷ്മി, ഇതെന്റെ പത്നി സുബ്ബലക്ഷ്മി. ഒരു ശിവപാദരെ അതിഥിയായി കിട്ടിയിട്ടുണ്ട്. മഹാദേവ, ആശ്വാസമായി. ഹൃദ്യമായ സ്വാഗതം. ഹേ മഹാത്മാവേ, അങ്ങയുടെ കൗപീന ദാനത്തെക്കുറിച്ച് മഹത്തുക്കൾ പറഞ്ഞ് ഞാൻ ധാരാളം കേട്ടിരിക്കുന്നു. മഹാപുണ്യവാനായ അങ്ങയുടെ ആതിഥ്യം സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അങ്ങയുടെ പത്നിയായ സുബ്ബലക്ഷ്മിയും ദാനധർമ്മിഷ്ഠയാണല്ലോ. ബഹു സന്തോഷം. എല്ലാം മഹാദേവന്റെ അനുഗ്രഹം. ഭക്ഷണം കഴിക്കാം. അതിനു മുമ്പ് സ്നാനം കഴിക്കാനുണ്ട്.
ഞാൻ പുറത്തു പോയിട്ട് വരാം. ഇത് 2 കൗബീനമാണ്. കൗബീന ദാനം നടത്തുന്ന കൂട്ടരോട് കൗബീനത്തിന്റെ മഹത്വം പറയേണ്ടതില്ലല്ലോ. വിശിഷ്ടവും മൂല്യവുമുള്ളതാണ് കൗബീനം. ഒന്ന് ഞാൻ കൊണ്ടുപോകുന്നു, ഒന്ന് നിങ്ങൾ സുരക്ഷിതമായി സൂക്ഷിച്ചു വയ്ക്കണം. അങ്ങനെയാവട്ടെ. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. കൗബീനം നനയാതിരിക്കാനാണ് ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. ഇത് സുരക്ഷിതമായി ഞങ്ങൾ സൂക്ഷിച്ചോളാം. ഒരു കൗബീനം അതിഥിയായി വന്ന ശിവപാത്രയുടേതാ. ഇതെടുക്കരുത്. ഇല്ല. കൗബീനത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നതാണ് ഈ ശിവപാത്രം. ഇത് ഇവിടെ സുരക്ഷിതമായിട്ടിരിക്കട്ടെ. ശിവപാതരെ, ഭക്ഷണം കഴിക്കാം. കഴിക്കാം മോളെ. നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ല. അതിഥി ഭക്ഷണം കഴിക്കാതെ ഞങ്ങൾ ഒന്നും ഭക്ഷണം കഴിക്കാറില്ല. ആഹാ, സ്നാനം കഴിഞ്ഞ് എത്തിയോ? അമരനീതി അവർകളെ, നിങ്ങളുടെ കുട്ടിയും അതിഥി സൽക്കാര പ്രിയയാണല്ലേ? അതെ, ആ ശീലം ഞങ്ങൾ വളർത്തിയെടുത്തതാ. അതിഥി ദേവോ ഭവ എന്ന പാഠം അവര് പഠിച്ചിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിക്കാം. കഴിക്കാം. ഞാൻ കൊണ്ടുപോയ കൗബീനം നീരാട്ടിനിടയിൽ നന്നേ നനഞ്ഞുപോയി. മാറി ഉടുക്കാൻ കൗബീനം വേണം. ഞാൻ ഏൽപ്പിച്ച കൗബീനം കൊണ്ടുവരൂ. അതിനെന്താ, ഇപ്പൊ കൊണ്ടുവരാം.